ഇവിടെ ഇപ്പൊ കാലും കൂടെ വെട്ടി എടുക്കൂല്ലോ, നീ വിരൽ ഇപ്പൊ പോവല്ലോ. നിങ്ങൾ കാലനക്കാതെ എനിക്കറിയാം എന്തോ ചെയ്യേണ്ടതെന്ന്. മര്യാദക്ക് വെച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ മൊത്തം പറിച്ചെടുക്കുവേ. ഓ ഇങ്ങനെ ഈ ബിസി ചെവാരെന്ന് അറിയുകയും ചെയ്യും. ഓ വലിയ അഹങ്കാരമാണല്ലോ അപ്പം. ഞാൻ കണ്ട്. കണ്ടോ, മര്യാദക്ക് ചെയ്തു തരാന്ന് വെച്ചപ്പോഴത്തേക്കും ഒരേ അഹങ്കാരം തന്നെ. വേനെടുത്തേട്ടാ പോട്ടെ, സാരമില്ല. അതെ, എനിക്കൊരു ഡൗട്ട് ശിവേട്ടാ. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പോലീസുകാർ നഖത്തിന്റെ ഇടയിൽ ഈ ആണി അടിച്ച് കയറ്റിയിട്ട് നിൽക്കുന്നു കള്ളന്മാരുടെ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് ആണി അടിച്ച് നമ്മൾ അവിടെ കലണ്ടർ ഇടും. എത്ര ദിവസം ജയിലിൽ കിടന്നുള്ള നമ്മൾ ടിക്കറ്റ് പോകും. ശരിക്കും പറഞ്ഞതാ, എനിക്ക് ശരിക്കും ഉള്ള ഡൗട്ട്. അതറിയാതിരിക്കുന്ന നല്ലത്. എന്നാ പിന്നെ നിങ്ങൾ തന്നെ അങ്ങോട്ട് നഖം വെട്ടും. പോലീസുകാരുടെ ട്രേഡ് സീക്രട്ട് അല്ലേ, അതങ്ങനെ പറയാൻ പറ്റുമോ? മനസ്സിലാക്കുക, സംഭവങ്ങൾ അങ്ങനെയാണ്. നീ കണ്ടിട്ടില്ലേ? പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിക്കേണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങളൊക്കെ തന്നെ വേണം. അല്ല, നിങ്ങൾ നഖം എങ്ങനെ ഇളകിയത്? നഖം ഇളകിയതാ? അത് ഒരു വലിയ കഥയാണ്. പറയണോ? വേണ്ട, പറയണ്ട. എടി ആ സംഭവം ഞാൻ നമ്മളെ നെൽസനും കൂടെ, BC നെൽസനും കൂടെ ഒരു പ്രതിയെ കൊണ്ട് കോടതിയിലോട്ട് പോവുകയാണ്. അപ്പൊ അവന് മറ്റേ മൂത്രശങ്കയെ അശയല്ല ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പോ അടുത്തൊരു തെങ്ങും പറമ്പുണ്ടായിരുന്നു. പിന്നെ കാര്യം സാധിച്ചോട്ടെ തെങ്ങിന്റെ സൈഡിലോട്ട് അവനെ വിട്ടിട്ട് ഞാൻ നെൽസനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കി ഇവനെ കാണാനില്ലേടി. എവിടെ പോയി? ഇവ തെങ്ങിന്റെ മണ്ട കയറിയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ അവനെ വിടാൻ പറ്റുമോ? ഷൂസും ജോസും എല്ലാം അടിച്ചു വെച്ച് അങ്ങോട്ട് കയറി തെങ്ങിന്റെ മണ്ടയില്. ഇത് അവനെ പിടിച്ചിറക്കോട്ടാ ഇറങ്ങി അപ്പൊ തന്നെ അടിച്ചു. ആര് കേറി? ഇപ്പൊ കറക്റ്റ്. അല്ല, നിങ്ങളൊക്കെ കേറിന്ന് പറഞ്ഞാലേ. അല്ല, ഇതിനകത്ത് എവിടെ നഖളകിയേ? അത് ഞാൻ കണ്ണനും കൂടെ സാറ്റ് കളിച്ചത്. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു? അതന്നെ പറഞ്ഞത്. എന്ത് സാറ്റ് കളിച്ചത്? സാറ്റ് കളിക്കാൻ പറ്റിയ പ്രായം. പിന്നെ പ്രായം എന്ന് പറഞ്ഞാ ചെറുക്കൻ്റെ കൂടെ കളിക്കാൻ വേണ്ടേ? പാവം അതിന്റെ അടുത്ത് അച്ഛാ കളിക്കാന്ന് വെച്ചപ്പോ ഞാൻ സമ്മതിച്ചടി. ആണല്ലേ? അല്ലേ പിന്നെ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു, അവന്റെ കൂടെ ആരും സാറ്റ് കളിക്കും. ഞാൻ കളിക്കണ്ടായിരുന്നു. വേണ്ട, ഒരാവശ്യമില്ല. അല്ല, നീ ഒന്ന് ആലോചിച്ചോക്ക്. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിലേ മുടിക്ക് ഇങ്ങനെ ചീ കൊടുത്ത് പിന്നെ ഉടുപ്പൊക്കെ ഇടിയിച്ച്. എനിക്കിവിടെ ഉള്ള ഒരെണ്ണത്തിന്റെ തന്നെ മുടി ചീവിയിട്ട് ഇതാകുമ്പോ തന്നെ തലവേദന എടുക്കും. അപ്പോഴാണ് ഇനി ഒരെണ്ണം കൂടെ. ഞാൻ ഇടക്കിടക്ക് അവനെ മുടി വളർത്തുന്നത് എന്തിനാണെന്നാണ് നീ വിചാരിക്കുന്നത്? എന്തിനാ? അപ്പൊ നീ പറഞ്ഞ ഇത് പെങ്കൊച്ചല്ല എന്ന് പറയുമ്പോ ഞാൻ പറയാം ഒരു പെങ്കൊച്ച് വേണം. അത് എന്ന് പറയാ ഒത്തില്ല. വേണോ? ഇത് മുറിക്കണോ? തന്നെ മുറിക്കോ? വേണ്ട. ഓ ഒരു കുറച്ച് ചിക്കൻ കിട്ടുമോ നോക്ക്. അത്യാവശ്യടാ. ഇല്ലേ? എന്ത് മട്ടനാ? ബീഫായാലും മതി. രണ്ടുമില്ലേ? നീ ഇതെന്തോ ഇവിടെ ഒരു കാര്യം പറഞ്ഞു നിനക്ക് അത് ചെയ്തു തരാൻ എത്ര ബുദ്ധിമുട്ടെന്താണ്? ചിക്കനും മട്ടനും ഒന്നുമില്ല. എടേ, കട്ട് ചെയ്തതിന്റെ വേസ്റ്റ് ആണ് ചോദിച്ചത്. എടാ, അത് നീ വച്ചിട്ട് പോ. ചുമ്മാ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാം നിന്നെ. ഒന്നില് ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല. വച്ചിട്ട് പോ. ചുമ്മാ ഒരു കാര്യം വിളിച്ചത്. ഈ ഫോൺ വിളിച്ചതേ വീട്ടിൽ കറി വെക്കാൻ വാങ്ങിക്കുന്നതിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അല്ല മക്കളെ, ക്ലിനിക്കിൽ ഒരു ബീഗിളിനെ കൊണ്ടുവന്നായിരുന്നേ. ഡോഗില്ലേ? 2 ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല മക്കളെ. നിനക്ക് ബീഗിളിനെ അറിഞ്ഞൂടെ? ചെവിയൊക്കെ നീണ്ട. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ 2 ദിവസം കൊണ്ട് ഫുഡ് അത്ര അങ്ങ് കഴിക്കുന്നില്ല. ഓടാ അവിടെ നിന്ന്. നമ്മൾ ഒരുമിച്ചല്ലേ ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ചാൽ. നമ്മളത് കഴിച്ച് പക്ഷെ അല്ല, നമ്മൾ കഴിച്ചാൽ എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു അച്ഛാ. എനിക്കിപ്പോ ഭയങ്കര പീസ കഴിക്കണമെന്ന് ആഗ്രഹം. ഇന്നല്ല, നാളെ വാങ്ങിച്ചാൽ. നാളെ? നാളെ ഉറപ്പായിട്ടും വാങ്ങിച്ചു തരുമോ? നാളെ ഉറപ്പായിട്ട്. ഡൺ. എന്നാ ശരി. എന്തടേ നീ ചുമ്മാ കളിയാക്കണം? നീ ചുമ്മാ കളിയാക്കണം? അത് പിസ്സ കഴിക്കൂടാ? ആര് ഓണർ വിളിച്ച് പറഞ്ഞു? ശരി. പിന്നെ നീ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ വാങ്ങിച്ചോണ്ട് വരണോ?
ആ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം, നീ വാങ്ങിക്കണ്ട. ആ ശരി, ഓർഡർ ചെയ്യാം, അതായിരിക്കും നല്ലത്. പിസ്സ സൈറ്റ്, പിസ്സ. ഉത്തണ എന്ത് പരിപാടിയാ കാണിച്ചാ? കൊച്ചൊരു പിസ്സ വെച്ചിട്ട് അത് മേടിച്ചു കൊടുക്കാൻ മേലെ? ഏത് വെച്ച്? അന്നിട്ട് ശമ്പളോട് പിസ്സ മേടിച്ചു കൊടുക്കലെന്ന് പറഞ്ഞു. ആ അത് വാങ്ങിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞില്ല, നാളെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ല. ഇന്നൊരു സാധനം കഴിക്കാൻ ആഗ്രഹം തോന്നിട്ട് നാളെ മേടിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? പിള്ളേർക്ക് ഓരോ തോന്നുമ്പോഴല്ലേ മേടിച്ചു കൊടുക്കണ്ടേ? നാളെ അവന് ഈ പിസ്സ കഴിക്കാനുള്ള ആഗ്രഹം അങ്ങ് പോയാലോ? പിന്നെ നാളെ വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. നിങ്ങൾ ആള് കൊള്ളാലോ. വല്ലപ്പോഴാണ് പിള്ളേർ എന്തെങ്കിലും ഇതുപോലെ ഒരു ആഗ്രഹം പറയുന്നത്, അപ്പൊ അത് സാധിച്ചു കൊടുക്കാൻ മേലെ? പിന്നെ നാളത്തേക്കെന്ന് പറഞ്ഞു ഫോൺ ഇങ്ങനെ കമത്തിയൊക്കെ നോക്കുന്നത് കാണിച്ചു നോക്കട്ടെ. ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ താ നോക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം, നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടാ. അത് കാര്യം അറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. പറയട്ടാ? ആ പറ. ഇല്ലെങ്കിൽ വേണ്ട, പൊട്ട്. പറ. ഞാനേ ഒരു പിസ്സ ഓർഡർ ചെയ്യായിരുന്നു. ആണോ? എന്നിട്ടാണോ അവനോട് നാളെ തരുള്ളെന്ന് പറഞ്ഞേ? സർപ്രൈസ് കൊടുക്കാനാ? അവനാ? അവനല്ല, ക്ലിനിക്കില് ഒരു ബീഗിളിനെ കൊണ്ടുവന്നു. അതൊന്നും കഴിക്കണില്ല, പിസ്സയെ കഴിക്കോളെന്ന് ഓണർ വിളിച്ച് പറഞ്ഞു. ഓ, അതിന് വെച്ച് പട്ടിക്ക് പിസ്സ. പിള്ളേര് ചോദിച്ചാ നാളത്തേക്ക്. എല്ലാവരുടെയും പട്ടിക്ക് ദേഷ്യപ്പെടുന്നു. എന്റെ പൊന്നുത്തോണ്ണ, എനിക്കൊന്നും പറയാനില്ല. എടി, അവർക്ക് നാളെ വാങ്ങിച്ചു കൊടുക്കാന്ന്. ആയിക്കോട്ടെ. വേണ്ട, 3 കിലോ ഉണ്ടോ ഈ നീട്ടി വെച്ചിട്ട്? ഇതൊക്കെ അല്ല പറ്റുമോ? എന്റെ ഇവിടെ 2 കല്ല് വെച്ച് ഞാൻ ഇവിടെ ഒരു കല്ല് വെച്ചിരിക്കുന്നു. കൊത്ത് കൂട്ടി കൊത്ത്. പിന്നെ എനിക്ക് കളിക്കണ്ടേ? ഇതാര് സുമേഷാമ? ഇതാര്? ആരാ? എന്താ മക്കളാരാ? എന്താ വന്നേ? മക്കള് എന്തിനാ വന്നേ? കണ്ണളക്കാനോ? കണ്ണളക്കാനല്ല, കാണാൻ. ആംഗ്യ ഭാഷ. കാണാൻ. എന്തിനാ വന്നേ? അതല്ലേ പറഞ്ഞ കാണാനെന്ന്. ആരെ കാണാൻ വന്നതാ? ആംഗ്യ ഭാഷ ചോയില്. ആരെ കാണാൻ വന്നതാ? ഓ, അച്ഛനെ കാണാൻ വന്നതായിരിക്കും. ആണോ? എനിക്ക് മനസ്സിലായതേ ഇല്ലായിരുന്നു. ഓ, എനിക്ക് മനസ്സിലായി. ചേട്ടത്തെ ചേട്ടത്തെ എന്താണ് ഇത്? നിങ്ങളുടെ കൂട്ടുകാരിയാണോ? ഏതാണ് കൊച്ചേതാ? അതാ ഞങ്ങക്ക് പറഞ്ഞുകൂടാത്തത്. ഇങ്ങോട്ട് മാറി, ഞാൻ ചോദിക്കാം. മക്കളെ എവിടുന്നാ? എന്റെ പേരെന്താ? ഇത് തന്നെ അമ്മ, ഞങ്ങളെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പറഞ്ഞു എന്തേലും? ആരെ കാണാനാ ഇങ്ങോട്ട് വന്നേ? ആരെ കാണാനാ വന്നേ? ശിവനെ. അയ്യോ, ഞങ്ങളെ അറിഞ്ഞതേ ഇല്ലായിരുന്നു. നിങ്ങളോടത് പറഞ്ഞു? ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. കേസ് കൊടുക്കാനാണോ? ഒന്നും അറിയത്തില്ല. ചോദ്യം ഈ ശിവമാമനെ അറിയോ മോള്? ഈ ശിവൻ പോലീസില്ലേ, മോക്ക് എങ്ങനെ അറിയാം? അളി വീട്ടിൽ പോയിട്ടുണ്ടോന്നല്ലേ? അങ്ങനല്ലേ? മോളുടെ വീട്ടിലോ? മോളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ടുണ്ട്. ഭൂതത്തിന് വീട്ടിൽ പോയത് കൊച്ചിന്റെ വല്ല കേസ് അന്വേഷിക്കാനായിരിക്കും. എന്തിനാ വന്നേന്ന് പോയി. ശിവൻ എന്തിനാ വീട്ടിൽ വന്നേ? ശിവനെ എന്തിനാ മോളുടെ വീട്ടിൽ വന്നത്? വല്ല കല്യാണത്തിനും പോയതായിരിക്കും അവിടെ. മുടി താലിയൊക്കെ പറയുന്നല്ലോ. ഇത് താലിയല്ലേ? ഇത് മാലയോ? താലി. കല്യാണം വല്ലതും കൂടാൻ പോയതായിരിക്കും. പൈങ്കിളി എന്നെ വിളിക്കാതെ പോയ കല്യാണത്തിന്? പ്രശ്നമാവും. ഈ ചേച്ചി നമ്മൾ മാത്രം ചിരിച്ചോണ്ടിരിക്കുന്നു. ചിരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചോ? നീ ശിവൻ എന്തിയടി? അവൻ ഇതുവരെ കഴിക്കാനൊന്നില്ലല്ലോ. എന്റെ മുമ്പിൽ വന്ന് പെടാതിരിക്കാൻ നോക്കിക്കോ അങ്ങേര്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു പെണ്ണ, നീ എന്തിനടി തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ശിവനോട് ഏത് നേരം വഴക്കുണ്ടാക്കുന്നത്? ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ ക്ഷമയോടെ വേണ്ട കാര്യങ്ങളൊക്കെ നേരിടാൻ. നീ എന്നെ കണ്ടുപിടിക്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കണം. പാറ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുവോ? മിണ്ടായിരുന്നു എങ്ങനെയാടി കാര്യങ്ങൾ പറയുന്നേ? എന്നാ പറഞ്ഞോണ്ടിരിക്കാ. എന്താടാ?
ഇതേതാ ഈ കൊച്ചു? ഈ കൊച്ചാണ് ശിവമാമനെ തിരക്കി വന്ന. എന്തിന്? അത് മറ്റേ ശിവമാമനാണ് ഈ കൊച്ചിന്റെ അച്ഛനെന്നാണ് തോന്നുന്നത്. അച്ഛനോ? ഇടി പിങ്കി, നീ എന്താടി താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? ഇത്ര ഒന്നും കേട്ടിട്ട് നീ പാറ പോലെ ഇങ്ങനെ ഇരിക്കുകയാണോ? അമ്മയല്ലേ എന്നോട് പറഞ്ഞത് പാറ പോലെ ഇരിക്കാനെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ആരാണേലും ഒന്ന് പതറത്തില്ലേ? ഞാൻ പിന്നെ എന്തോ ചെയ്യണമെന്നാ പറയുന്നത്? അമ്മയുടെ മരുമോനോട് എന്ന് ചോദിക്കും. ഈ കൊച്ചിന്റെ വീട് എവിടെയാ? മോളെ നിന്റെ വീട് എവിടെയാ? ഈ കൊച്ചിനൊന്നും പറയാൻ പറ്റൂല. ഞങ്ങളും കുറെ ചോദിച്ചൊന്നും നടന്നില്ല. എടി നീ ശിവനോട് പോയിച്ചേക്ക. അവൻ എന്തേ? ശിവ വിളിച്ചു കൂടണ്ട. കൊച്ചിന്റെ തള്ളേനെ അന്വേഷിച്ച് പോയെന്നാ തോന്നുന്നു. ഇവിടെങ്ങും ഇല്ല. നീ എന്ത് വർത്താനടി പറയുന്നേ? പിന്നെ അമ്മ പോയി കണ്ടുപിടിച്ചോണ്ട് പോവാ. ഞാൻ ഇവിടെ എല്ലാം നോക്കി. അച്ഛമ്മ, എനിക്ക് സംശയം. എന്താടാ? ബന്ധം വെച്ച് നോക്കുകയാണെങ്കിലേ ഈ കൊച്ചു കണ്ണനെ ചേച്ചിയായിട്ട് വരും. അപ്പൊ എന്റെ ആയിട്ട് വരും. നിന്റെ മൂത്താമ്മ. നിനക്ക് ഇപ്പൊ തന്നെ അറിയണോ ഇതാ? വേണ്ട. ഞാൻ അവനോട് പോയി ചോദിക്കട്ടെ. ശിവ, ശിവ, എന്താ അറിയണല്ലേ നിനക്കിപ്പം? എന്താ ചേച്ചാ? ചൊറിയുണ്ടോ നോക്കിയാ? സോറിയാണോ? ഓ ഓക്കെ, അത് കുഴപ്പം. നീ കൊണ്ട് മാറ്റം കൊണ്ട് നോക്കും കൊണ്ട് നോക്കാം. കട ആ കട നോക്കട്ടെ. എന്തോ ഇവിടെ ചുമന്ന് നടക്കുന്നുണ്ട്. ചൊറി അങ്ങോട്ട് ചോന്ന് നടക്കണ ഇവിടുന്ന്. ആ ചൊറി അങ്ങോട്ട് നേരെ മതിയാ? പോരെ അങ്ങോട്ട് ചൊറി നല്ലോണം ചൊറി. എടുക്കുന്നു കൈവേദന എടുക്കുന്നെന്ന്. നീ അങ്ങോട്ട് നേരെ ചൊറി. ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. ശരിക്കും? സത്യം. കൊള്ളാം കൊള്ളാം. കളിപ്പാട്ടത്തിനുള്ള ആയില്ല. കൊള്ളാം കൊള്ളാം. അങ്ങനെ വരട്ടെ. നീ ആടാ എന്റെ ഭാഗ്യം. കളിപ്പാട്ടമല്ല, എന്റെ സ്വത്ത് മൊത്തം ഞാൻ ചെയ്ത് തരും. തിരിഞ്ഞോ? കൊള്ളാം. എന്താണ് അടിക്കുന്നത്? എന്തിനാ അടിക്കുന്നതെന്നോ? തിരിഞ്ഞങ്ങോട്ട് നോക്ക്. ഇതേത് കൊച്ച്? ഇത് നിങ്ങളുടെ ഭാഗ്യം. എന്റെ ഭാഗ്യം? നീ എന്താന്ന് പറയണത്? ആരെന്ന് പറ. ഇത് ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരും മോളെ നീ? കൊറേ നേരം ഞങ്ങള് ചോദിച്ചു. അയ്യോ തന്നെ എന്ത് മക്കളാ വന്നത്? എന്നെ കാണാനാണ് വന്നത്? എവിടെ നിന്ന് വരുന്നു? ഓ അങ്ങ് ദൂരെ നിന്നാണ്. എല്ലാം അങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ? എത്ര വർഷമായിട്ടുള്ള പരിചയം? നീ പോടി അവിടെ. എനിക്ക് പരിചയമൊന്നുമില്ല. പിന്നെ എങ്ങനെ കൊച്ചു കാണിക്കുന്നതെല്ലാം മനസ്സിലായി? ഞങ്ങൾക്ക് എത്ര നേരമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അത് ഞാൻ ഊഹിച്ചെടുത്ത്. കറക്റ്റ് ആണല്ലോ ഊഹമൊക്കെ. മനുഷ്യന് ഇത് നിങ്ങളുടെ കൊച്ചല്ലേ? ഭയങ്കര വൃത്തിയോട് പറയല്ലേ കേട്ടോ. ഓ നിങ്ങൾക്ക് കാണിക്കാം. ഞങ്ങൾക്ക് പറയുന്നതാണ് ഇപ്പൊ കുഴപ്പം മൊത്തം. കാണിക്കാൻ ഞാൻ പിള്ളേർ എന്തോ പറയണത്? പിള്ളേരുടെ മുമ്പ് വെച്ച് പറയണത് തന്നെ പറയുന്നത്. ചോദിക്ക് എന്തിനാ വന്നതെന്ന് ചോദിക്ക്. മോൾ എന്തിനാ വന്നത്? മോൻ എന്തിനാ ഇവിടെ വന്നത്? മോൻ എന്തിനാ വന്നേ? കാണാൻ നിങ്ങളെ കാണാൻ. ഇത് ആരാ? ഇത് അമ്മേനെ കല്യാണം കഴിച്ചതെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല? അപ്പൊ അതിന് കുഴപ്പമില്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത് ഭാഗ്യം. സത്യം കൊച്ചിന്റെ അമ്മയും നിങ്ങളുമായിട്ട് എന്ത് ബന്ധം? എനിക്ക് അറിഞ്ഞു കൂടെ അമ്മയും അമ്മൂമ്മയൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്കൊന്നും അറിയണ്ട ശിവേട്ടാ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ പൈങ്കിളിയും ശിവനുമായിട്ട് ഞാൻ പറയിപ്പിക്കാടേ. സത്യം ഞാൻ പറയിപ്പിക്കാം. പറയിപ്പിക്കാൻ പറ്റിയ കൊള്ളാം. ആടെ ഇറക്കാം ഇങ്ങോട്ട്. അച്ഛനും മോളും കൂടെ അങ്ങ് ഇരുന്നു. ഇവിടെ മനുഷ്യനാ കൂടിയും പിന്നെ അങ്ങ് ഇരുന്നാ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കല്ലേ. മക്കളെ നീ എന്തിനാ വന്നത്? മക്കളെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എന്നെ കാണാനാ? അതെന്തിനാണ്? അമ്മേ അമ്മേനെയും കൂടെ വിളിച്ചു വരുത്തി ഇങ്ങോട്ട്. വേണ്ട നമുക്കിവിടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ പിന്നെ വെയിറ്റിംഗ് കടക്കെ എടുത്ത്. എടി നീ ഒന്നി ഇവിടെ നില്ല്. നീ പകുതിക്ക് വന്ന് മനുഷ്യനെ കൊല്ലണം എന്തിന്? മക്കളെ നീ എന്തിനു വന്നതെന്നുള്ള കാര്യം പറ. എന്തിനു വന്നത്? എന്നെ കാണാൻ അതെനിക്ക് മനസ്സിലായി. എന്നെ എന്തിനാണ് കാണുന്നത്? എന്തിനാണ് കാണുന്നത്? നീ ആവശ്യമില്ലാത്ത ആക്ഷനാ കാണിച്ചു.
കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചോദിച്ചറിഞ്ഞോ? സംസാരിക്കാനല്ലേ പറ്റാത്തുള്ളൂ. മോനെ, ഞാൻ പറയാം, എഴുതണം. സൂപ്പർ ഐഡിയ കേട്ടാ. മോനെ ഇത് പിടി. പറയുന്നത് എഴുതണേ. മോൻ എവിടുന്നാ വന്നേ? നീ പഠിച്ച് മിണ്ടടുത്തൊന്നും ഞാൻ പറഞ്ഞു കൊച്ചിരിക്കുന്നു. പറ, എവിടുന്നാ വന്നേ? എഴുത്. ഇവിടെ നിന്നാണ് വന്നേ. മാപ്പാണെന്ന് തോന്നിയിരിക്കുന്നത്. വേറെ അറിയില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, ഇത് വീട്. അയ്യോ, എനിക്ക് മനസ്സിലായില്ല അത് വീടായിരുന്നു. അല്ല, ഇവിടെ നോക്കിയപ്പോ ഞാൻ വെച്ച് എമ്മെന്നായിരിക്കും. എഴുതാനും അറിയത്തില്ല, സംസാരിക്കാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. എവിടുന്ന് കിട്ടി? നീയല്ലേ വിളിച്ചോണ്ട് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോണം. അല്ലെ നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ ഇവിടെ ഉപേക്ഷിക്കും. നിനക്ക് എന്തിനു കുഴപ്പം? ഞാൻ എന്ത് എനിക്ക് മകളാ, എണീച്ച് പോയി കളിച്ചോ, വെളിയിൽ പോയി കളിച്ചോ. വെളിയിൽ പോയി പിള്ളേരെ കൂടെ കളിച്ചോ, ചിരിച്ച് കളിച്ചോ. ശരി, നീറ്റ് ഇതുകൊണ്ട് കൊണ്ടുപോയി തൊട്ട്. ശംഭോ, അച്ഛനും മോളും കൂടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് കളിച്ച് അങ്ങ് രസിക്കാന്ന് വിചാരിച്ചല്ലേടാ? അച്ഛനും മോളും കൂടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് കളിച്ചങ്ങ് രസിക്കാന്ന് വിചാരിച്ചു. നിന്റെ കൊച്ചല്ലേടാ അത്? എന്റെ കൊച്ചൊന്നുമല്ലത്. പിന്നെ അല്ലാതെ അവള് പിന്നെ നിന്നെ കാണാനല്ലേ ഇങ്ങോട്ട് വന്ന്? എന്നെ കാണുന്നത് അളിയൻ്റെ പറഞ്ഞ അവള് വന്നോണ്ട് ഇങ്ങനെ കാണിച്ചല്ലേ? അങ്ങനെ കാണിച്ചാ? ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ പോലീസല്ലേ? അത് നീയല്ലേ? അളിയ, എന്റെ ആദ്യം വിട്ടു പോണ അളിയ. ഇങ്ങനെ കാണിച്ചോണ്ട പോലീസ് എന്നല്ലേ ഇങ്ങനെ കാണിച്ച അച്ഛനാണ് അർത്ഥം. പിന്നെ എങ്ങനെ കാണിച്ചപ്പോ നിന്നെ കാണാൻ തന്നെ അവള് വന്നത്? വൃത്തിയായിട്ടായി. അളിയ, ഞാൻ മര്യാദക്ക് പറഞ്ഞു, എന്നെ കാണാനല്ല വന്നതെന്ന്. പിന്നെ നിന്നെ കാണാൻ വേണ്ടി തന്നെ കാര്യം അറിഞ്ഞോളൂ. ആര് വിശ്വസിക്കുവാടാ? നിന്നെ ആര് വിശ്വസിക്കും? എന്റെ ജീവിതം പോയില്ലേ? അളിക്ക് എന്തൊക്കെ അളിയാ പറയണത്? അത് അവളടുത്ത് പറഞ്ഞെടുത്ത് നിന്നെ കല്യാണം കഴിക്കല്ലേ, അവരുടെ അടുത്ത് കൂടെ പോവല്ലേത്. അവള് കൂടെ വന്ന് നിന്റെ കൂടെ ഇറങ്ങി പോയില്ല അവളുടെ ജീവിതം. അളിയ, ഞാൻ എന്ത് ചെയ്യുന്നതാണ് അളിയൻ പറയുന്നത്? നീ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങി പോണത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലടാ. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ പോണത്. നീ എത്ര പേരെ കല്യാണം കഴിച്ച പറയണ? ഞാൻ പറയാം. 14 ജില്ലയിലും കൂടെ എനിക്ക് 32 ഭാര്യ 55 ഉള്ളൂ. ചേട്ടാ, ഇതെന്തിനു? എന്തോ പണിക്കരെന്ന് കരയണം. എന്താണോ ബിൽഗേറ്റ്സിന്റെ അനിയുണ്ടെങ്കിൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ എന്റെ മക്കളെ? ഒരു കറിയോ? എന്തൊരു കുഞ്ഞളിയാ, നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ. എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. അത് എന്റെ കൊച്ചല്ലടാ. അത് എനിക്ക് എന്റെ കൊച്ചൊന്നും അല്ലത്. ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ആരുടെ കൊച്ച്? എടാ, അത് എനിക്കെങ്ങനെ അറിയാടാ? ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. പറ. നീ ഏതായാലും രാവിലെ തേരാപ്പാര നമ്മുടെ എല്ലാം നടക്കണല്ലേ? തേരാപ്പാരയോ? അങ്ങനെ തേരാപ്പാരയല്ല, ഞാൻ പറഞ്ഞതല്ലേ, എക്സ്പ്ലോറിങ്. നീ എക്സ്പ്ലോർ ചെയ്യാൻ പോവല്ലോ. ഈ കൊച്ചിന്റെ വീട്ടുകാർ ആരെന്തെങ്കിലും കൂടെ നീ ഒന്ന് കണ്ടുപിടിച്ചോണ്ട് വാടേ, നീ ഒന്ന് സഹായിക്കും. നീ ഈ സൗണ്ട് ഇപ്പൊ ഇവിടുന്ന് കേട്ട് എന്തൊരു സൗണ്ട്? നീ അതും കൂടെ എന്റെ തല വെക്കില്ല. കേട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. ഒരു കുടുക്കുട്ടോ എന്റെ അല്ല. ഐഡിയ ഉണ്ട് എന്റെ. അതായത് നമുക്ക് എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയാലോ? ഇത് ശിവളിന്റെ കൊച്ചാന്ന് പറഞ്ഞു. നിനക്ക് എന്താണ് കുഴപ്പം? ശിവാളിന്റെ കൊച്ചാണ്. നീ ഒന്നും ചോദിക്കണ്ട. എടി, വേറെ വീട്ടിൽ പോയിട്ട് എന്ത് നീ എനിക്ക് ഇവിടെ കിട്ടുന്ന അടി പോലെ നീ നാട്ടുകാരെ എന്തുകൊണ്ട് അടി വാങ്ങിച്ചു തരാൻ വേണ്ടി പോണം? വേറെ ഐഡിയ ഉണ്ട്. എന്തോ? ഞാൻ പുറത്തു വന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. എന്തോ? വേറെ ഐഡിയ ഉണ്ട്, പുറത്തു വന്ന് അന്വേഷിച്ചിട്ട് വരട്ടെന്ന്. അങ്ങനെ പുറത്ത് ഒന്ന് അന്വേഷിച്ചു പ്ലീസ്. ഒന്ന് ചെയ്യ്. കുറച്ച് ഒരു 100 രൂപ കൂടി കിട്ടും. 100 രൂപ പേഴ്സി കാണുമല്ലേ? ഞാൻ എടുത്തോളാം. വേണ്ട ഇവിടെ നിന്ന് ഞാൻ പേഴ്സത്. പേഴ്സൊക്കെ അറിയാം. പിന്നെ അവിടെ എനിക്ക് 4 സൈഡിൽ റൈറ്റ് സൈഡിൽ ഞാൻ എടുത്തോളാം കേട്ടോ. അളിയാ, അളിയാ, അളിയാ,
ഓ കിളി. ഓ വന്നേ. വന്നേ. എന്താ അളിയാ ഇതാണ് പ്രസന്ന ചേച്ചി. ആ. ഞാൻ ജംഗ്ഷനിലോട്ട് പോയില്ലായിരുന്നോ? ആ. അവിടെ ഭയങ്കര ആൾക്കൂട്ടം. ആ. അവിടെ എന്തോ കാര്യം നോക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചേച്ചി നെഞ്ചിട്ട് കിടന്ന് നിലവിളിക്കുന്നു. എന്തെടുക്കാ? എന്റെ കൊച്ചുമോളെ കണ്ടില്ലേ, എന്റെ കൊച്ചുമോളെ കണ്ടില്ലേ എന്ന് കൊച്ചുമോളെ പറഞ്ഞു. കണ്ടില്ലേ? ആ കേട്ടെ, ഈ വരുന്നതാണ് ഇവരുടെ കൊച്ചുമോള്. ഇവരെ കൊച്ചുമോളാടാ. ആ. ആ. എടാ, പിടിച്ച്. സാറിന് എന്നെ മനസ്സിലായില്ല? എടാ, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, അതാണ്. സാർ ഒരാഴ്ചയായിട്ട് കേസിന്റെ കാര്യത്തിന് വീട്ടിൽ ആ വരാറുണ്ടായിരുന്നു. അയ്യോ എനിക്ക് മനസ്സിലായി, മറ്റേ നമ്മളെ സത്യന്റെ അമ്മ. അതെ അതെ ആ സത്യന്റെ മോളാണ് അത്. അതെ അതെ, കോടതി കൊണ്ടുപോകാനും വന്നിരുന്നു. വന്നിട്ട് എനിക്കറിയാം ഈ എനിക്കറിയാം. കൊച്ചിന്റെ അമ്മയെ കരഞ്ഞ് നിലവിളിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ അയ്യോ തന്നെ. ആ എന്റെ ഭർത്താവ്. അതെ ചേച്ചിക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? അതെ അതെ. കൊച്ചുമോളെ കിട്ടിയില്ലേ? നീ സൂക്ഷിക്കണം കേട്ടോ, എപ്പോഴും രക്ഷിക്കാൻ ഞാൻ കാണത്തില്ല. മോളെ ഇനി പറയാതെ ഒന്നും പറയല്ലേ കേട്ടോ. ശരി ചേച്ചി, എന്നാ ഓക്കെ. ശരി, എല്ലാത്തിനും ഞാൻ തന്നെ വേണം വെച്ചാ. ഇനി നിനക്ക് മനസ്സിലായ സംഭവം തോന്നുന്നു. ഇനി ഞാൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ നെൽസനും കൂടെ ഒരുത്തനെ കൊണ്ടുപോയപ്പോ തെങ്ങി കയറി കഥ പറഞ്ഞില്ലേ? നെൽസൺ തെങ്ങി കയറിയത്. ആ നെൽസൺ തെങ്ങി കയറിയല്ലേ, കള്ളൻ തെങ്ങി കയറിയത്. ഏത് കള്ളൻ? ഇപ്പൊ വന്നത് സത്യം ആണ് കള്ളൻ. പത്തിന്റെ പേര് കൊള്ളാം. ആ ശിവേട്ടാ, ആ പാലും മുട്ടയും തരട്ടെ. നിന്റെ പാലും മുട്ടയെന്ന് എനിക്ക് വേണ്ട, ഞാൻ തന്നു. നാഗരാജാവാ പാലും മുട്ടയും തരേ. എന്നെ വിശ്വസിക്കുക. എന്നിട്ട് ശിവേട്ടാ, എന്നാലും നീ പഴങ്കഞ്ഞി തരാം. കൊച്ചു വീടിന്റെ കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായി. താലിയുടെ കാര്യം പറഞ്ഞ എന്തിനാണ്? നീ ഇയാള് പെണ്ണുമ്പളെ കല്യാണം കഴിച്ചോ? അതോ ആ എന്തെങ്കിലും കാണിക്കട്ടെ, ആരൊക്കെ എന്തെങ്കിലും കെട്ടി എന്തെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. സുന്ദരൻ നീയും സുന്ദരി ഞാനും. നീ എന്നെ വേറെ ഒരു വെറും വൃത്തിയിട്ടവനാക്കി നീ കാണിച്ചില്ല വീട്ടുകാരുടെ മുമ്പിൽ. അയ്യോ, ഞാൻ എന്ത് കാണിച്ച ശിവേട്ടാ? നീ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ വിശ്വസിച്ചില്ല. എന്തോന്നു ശിവേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. നീ പറഞ്ഞ നിന്റെ ചേട്ടൻ എന്നെ വന്ന് വിളിച്ചെന്നറിയാമോ? കല്യാണ തട്ടിപ്പുകാരനെന്ന്. അയ്യേ, അത് ചേട്ടൻ വിളിക്കുന്ന ജുജുപി മൈൻഡ് ചെയ്യണ്ട, പോട്ട്. ശിവേട്ടാ, ശിവേട്ടൻ എനിക്ക് 100% വിശ്വാസമായിരുന്നു. നീ കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞ. അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം, ഒരുമിച്ച് ജീവിക്കണ വേണ്ട നോക്കട്ട്, രണ്ട് പെട്ടിയിലാക്കാന്നൊക്കെ അല്ലേ ഇവിടെ പറഞ്ഞു. തമാശ. ഒരു കാര്യം, നമുക്ക് കോംപ്രമൈസിലെത്താം. ശിവേട്ടന് ഇഷ്ടപ്പെട്ട മത്തി ഇങ്ങനെ വരഞ്ഞ് അതിനകത്ത് മുളകും ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ പെരട്ടി എണ്ണക്കകത്തിട്ട് വറുത്ത് നാരങ്ങ ഒഴിച്ച് ഇതാ സവോളയ്ക്ക് അരിഞ്ഞിട്ട് ഞാൻ തരും എന്റെ കൈ കൊണ്ട്. എന്നാ കൊണ്ടുപോ. ഇപ്പൊ എടുത്തിട്ട് വരാം.